നാളായി ആഗ്രഹിക്കുന്നു ഈ ക്ലേ വെച്ചിട്ട് എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്യണമെന്ന്. പിന്നെ ക്ലേ വെച്ചിട്ട് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോൾ ആദ്യം എൻ്റെ മൈൻഡിൽ വന്നത് പെയിൻറ്റ് പാലറ്റ് ഉണ്ടാക്കാമെന്നാണ്. സത്യം പറഞ്ഞാൽ ഈ ക്ലേ ഞാൻ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യാമെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ കുറേ ട്യൂട്ടോറിയൽസ് ഒക്കെ കണ്ടിട്ട് ഒരുവിധം ഒപ്പിച്ചു. ഇത് ഇങ്ങനെ പരത്തണ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും നല്ല എളുപ്പമാണ്. പക്ഷേ എൻ്റെ ഫുൾ വെയിറ്റും അതിൽ കൊടുത്തിട്ടാണ് ഞാൻ ഇതേപോലെ അത് ആക്കിയെടുത്തത്. പിന്നെ എന്താ, ഇതേപോലെ ഒന്ന് സൈഡ്സൊക്കെ ഒന്ന് വരച്ച് നമ്മുടെ പെയിൻറ്റ് പാലറ്റിൻ്റെ രൂപത്തിലേക്കൊന്ന് ആക്കി കൊടുക്കാം. ആദ്യമായിട്ടായതുകൊണ്ട് തന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ചിട്ട് ചെയ്തതാട്ടോ. പക്ഷേ ലാസ്റ്റ് സക്സസ് ആയി. അപ്പോൾ നിങ്ങളും ബിഗിനേഴ്സ് ആണെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോ. ഇത് ഫ്ലോപ്പായിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ വെള്ളം വെച്ചിട്ട് ഇതേപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ക്രാക്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഫില്ലാവാനാണ്. അതുപോലെ നമ്മളിതിങ്ങനെ എടുക്കണ സമയത്തൊന്ന് ശ്രദ്ധിക്കണം. ക്രാക്സ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആദ്യമേ അതുമ്മേൽ പണി തുടങ്ങേണ്ടി വരും. ക്രാക്സ് ഒന്നും വന്നിട്ടില്ല. ഞാനപ്പോൾ അതിൽ പെയിൻറ്റ് പാലറ്റിൻ്റെ ഷേപ്പിലൊക്കെ ഒന്ന് വരച്ചെടുക്കുകയാണ്. ഈ ടൂള് ഞാൻ എയർ ഡ്രൈ ക്ലേ വാങ്ങിയപ്പോൾ കിട്ടിയതാട്ടോ. നമ്മൾ ഈ ഷേപ്പിൻ്റെ ഉള്ളിൽ ഇനി പെയിൻറ്റ് ഒഴിച്ച് മിക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊന്ന് ആക്കി കൊടുക്കണം. അതിന് നിങ്ങൾക്ക് സ്പൂണോ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉപയോഗിക്കാം. നമ്മൾ എന്ത് ടൂൾ ഉപയോഗിക്കണമെന്നല്ലല്ലോ, ആ ഷേപ്പ് അതിലേക്ക് വരുന്നതിലല്ലേ കാര്യം. പിന്നെ ഒരുപാട് പ്രസ് ചെയ്ത് കൊടുത്താൽ അടിയിൽ ക്രാക്സ് വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ ആ ഒരു ടൂൾ വെച്ച് ശരിയാവാത്തത് കൊണ്ട് പിന്നെ പകുതി സ്പൂൺ വെച്ചിട്ടൊക്കെയാണ് ചെയ്തത്. അങ്ങനെ ഒരു വിധത്തിൽ 4 കള്ളി ഒപ്പിച്ചെടുത്തു. പിന്നെ ഈ വെള്ളം വെച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ അധികം വെള്ളം ഉപയോഗിക്കാണ്ടിരിക്കുക. കാരണം വെള്ളം കൂടുന്തോറും നമ്മൾ അടിഭാഗത്ത് കുഴി വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മളിത് പരത്തുമ്പോൾ അത്യാവശ്യം വീതിയിൽ തന്നെ പരത്തുക. കാരണം നമുക്ക് ഇതിലിങ്ങനെ ഒരു ഷേപ്പ് ആക്കി എടുക്കേണ്ടതല്ലേ. പിന്നെ ഒരു സ്പോഞ്ച് എടുത്തിട്ട് വെള്ളത്തിൽ മുക്കിയിട്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ ഒന്നും കൂടെ അത് സ്മൂത്തായി കിട്ടും. ഞാനിതൊക്കെ ഒരു വീഡിയോയിൽ കണ്ടിട്ടാട്ടോ ചെയ്യണത്. ഇപ്പം ഞാനിവിടെ പരത്തിക്കൊണ്ടിരിക്കുന്നത് ബ്രെഡാട്ടോ. ബ്രെഡ് ഓംലെറ്റ് തീമിലാണ് ഞാൻ പെയിൻറ്റ് പാലറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഓംലെറ്റ് നമ്മളിതാ ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അത് ഒട്ടിക്കുമ്പോൾ കുറച്ച് വെള്ളം അതിലാക്കിയിട്ട് ഒട്ടിച്ചാൽ അത് പെട്ടെന്ന് ഒട്ടിക്കിട്ടും കേട്ടോ. ഇനി ഇത് ഈ തുണിയിൽ നിന്ന് എടുക്കുന്നത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ അതിൽ ക്രാക്സ് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി ഇത് ഉണക്കാൻ വെക്കാം. ഉണങ്ങി കഴിയുമ്പോൾ ഇതാണ് ലുക്ക്. ഇനി നമ്മളൊരു സാൻഡ് പേപ്പർ എടുത്തിട്ട് ഒന്ന് സ്മൂത്തൻ ചെയ്തെടുക്കുക. വല്ലാതെ അമർത്തണ്ട, നമ്മൾ ഉണ്ടാക്കിയ പെയിൻറ്റ് പാലറ്റാണ്. ഇനി നന്നായിട്ടൊന്ന് സ്മൂത്ത് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ സ്പീഡിലിട്ടിട്ടാട്ടോ, അല്ലാണ്ട് ഇത്ര സ്പീഡിലൊന്നും നമ്മൾ ചെയ്യണ്ട. എല്ലാ ഭാഗവും ഇതേപോലെ ഒന്ന് സ്മൂത്താക്കി എടുത്തപ്പോൾ അത്യാവശ്യം നല്ല രസമുണ്ട് കാണാൻ. പിന്നെ നമ്മൾക്ക് എന്താ, പെയിൻ്റ് അടിച്ചു കൊടുക്കാം. ഇനിയാണ് എൻ്റെ ഫേവറേറ്റ് പാർട്ട്. പെയിൻ്റ് അടിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയില്ലെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. അതടിക്കുമ്പോൾ തന്നെ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ. സത്യം പറഞ്ഞാൽ എന്ത് കളർ വേണമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. കണ്ടപ്പോൾ രസമുള്ള കളർ എടുത്ത് അടിക്കുകയാണ്. ഇത് പെയിൻ്റ് അടിക്കുന്ന സമയത്ത് മൈൻഡിൽ കുറേ കാര്യങ്ങൾ പോയിട്ടോ. കാരണം ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയായിരിക്കും, ഫുള്ള് മഞ്ഞ കളർ അടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ബോറുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടാണ് പെയിൻ്റ് അടിക്കുന്നത്. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാനത് സ്പീഡിൽ കാണിക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും നെക്സ്റ്റ് ക്രാഫ്റ്റ് സജഷൻസ് ഉണ്ടെങ്കിലൊക്കെ കമൻസിലൂടെ അറിയിക്കണേ. യെല്ലോ പെയിൻ്റ് അടിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മൈൻഡിൽ പിന്നെ വന്നത് റെഡ് കളർ കൊണ്ട് എന്തെങ്കിലും ചെയ്യാമെന്നാണ്. അതാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ അവിടെ ഇവിടെയും കുറച്ച് പൂക്കളൊക്കെ വരച്ചു കൊടുത്തു.
പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ വാർണിഷ് അടിക്കാൻ മറക്കരുത് കേട്ടോ. ഞാനിത് കാണിക്കാൻ മറന്നു പോയതാണ് ശരിക്കും. വാർണിഷ് അടിച്ചില്ലെങ്കിൽ നമ്മൾ പെയിൻ്റൊക്കെ ഒലിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഫ്ലവറെല്ലാം വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നടുക്കൊരു വൈറ്റ് ഡോട്ട് ഇട്ട് കൊടുത്തു. ഇപ്പം കാണാൻ വലിയ കുഴപ്പമില്ല. ഇനി നമ്മുടെ ഓംലെറ്റിനൊന്ന് റെഡിയാക്കി എടുക്കണം. സത്യം പറഞ്ഞാൽ ഈ ഓംലെറ്റിന് കളർ അടിക്കുന്ന സമയത്ത് ഞാൻ ബ്രെഡിന് എന്ത് കളർ കൊടുക്കുമെന്നാണ് ആലോചിച്ചിരിക്കുന്നത്. കാരണം ബ്രെഡിന് കൊടുക്കാനുള്ള കളർ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ ഏതൊക്കെ കളർ മിക്സ് ചെയ്താലാണ് ബ്രെഡ് ടോസ്റ്റിൻ്റെ കളറാവാന്നൊക്കെ ആലോചിച്ചിട്ടാണ് ഇങ്ങനെ പെയിൻ്റ് അടിക്കുന്നത്. ഇപ്പം ഞാൻ ഈ മിക്സ് ചെയ്യണത് ബ്രെഡിന് അടിക്കാനുള്ള കളറാണ്. സത്യം പറഞ്ഞാൽ ഇത് നല്ല അലമ്പായിട്ടുണ്ടായിരുന്നു. ബ്രെഡിന് അടിച്ചു വന്നപ്പോൾ എന്തോ ബ്രെഡിൻ്റെ ഹൽദി പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ ആ കളർ കാർഡിലുണ്ടായിരുന്ന പോലെ ഓറഞ്ചും ബ്ലാക്കും മിക്സ് ചെയ്താൽ ഒരു ലൈറ്റ് ബ്രൗൺ കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ചെയ്ത് നോക്കി. പക്ഷേ അതും എന്തോ ഒരു കളറായി. ഞാൻ പിന്നെ അതങ്ങനെ നിൽക്കട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ അടിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എനിക്ക് ആ ഒരു ബ്രെഡും അതിൻ്റെ ചുറ്റും കുറച്ച് പരന്നിട്ടുണ്ടായിരുന്നു. അതും ഒഴിച്ച് ബാക്കിയെല്ലാം എനിക്ക് ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ലോങ് വീഡിയോയിൽ കാണാം.